നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. ഉത്തര കന്നഡയിലെ ഷിരൂരിൽ മണ്ണിനടിയിൽ അർജുൻ എന്ന കോഴിക്കോട് സ്വദേശിയെ കാണാതായിട്ട് ഇന്ന് 9ാം നാൾ. ഉരുകുന്ന മനസ്സുമായുള്ള കുടുംബത്തിന്റെയും നാട്ടുകാരുടെയും കാത്തിരിപ്പിന് അന്ത്യമാകുമെന്ന പ്രതീക്ഷയിലാണ് ഇന്ന് രാവിലെയും തെരച്ചിൽ പുനരാരംഭിച്ചിരിക്കുന്നത്. ആധുനിക ഉപകരണങ്ങളുടെ സഹായത്തോടെയാണ് ഇന്ന് തിരച്ചിൽ നടത്തുന്നത്. മലയാളിയായ റിട്ടയർഡ് മേജർ ജനറൽ ഇന്ദ്രബാലന്റെ നേതൃത്വത്തിലുള്ള സംഘം ഇന്ന് ഷിരൂരിലെത്തുന്നുണ്ട്. മണ്ണിലും വെള്ളത്തിലും ഒരുപോലെ പരിശോധിക്കാൻ കഴിയുന്ന അത്യാധുനിക ഉപകരണങ്ങളുമായാണ് അദ്ദേഹം എത്തുന്നത്. ഡൽഹിയിൽ നിന്നുള്ള 5 സാങ്കേതിക വിദഗ്ധരും ഇന്ദ്രബാലിനൊപ്പം ചേരും. 20 മീറ്റർ താഴ്ച വരെയുള്ള വസ്തുക്കൾ അതുപയോഗിച്ച് കണ്ടെത്താൻ കഴിയുമെന്ന് അദ്ദേഹം മാതൃഭൂമിയോട് പറഞ്ഞു. ചെളിയും പാറയും ഒന്നും സിഗ്നൽ ലഭിക്കാൻ തടസ്സമാവില്ലെന്നാണ് പ്രത്യേകത. കര നാവികസേനകൾക്കൊപ്പം ചേർന്നാണ് തെരച്ചിൽ നടത്തുക. ഇന്നലെ വൈകിട്ട് തന്നെ സംഘം ബാംഗ്ലൂരിൽ എത്തിയിരുന്നു. ഡൽഹിയിൽ നിന്നാണ് ഉപകരണം എത്തിച്ചേരേണ്ടത്. അത് ഇന്ന് എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും അദ്ദേഹം കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു. ഷിരൂരിൽ അപകടം നടന്ന മേഖലയിലെ ഭൂപ്രകൃതി വെല്ലുവിളി നിറഞ്ഞതാണ്. ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ ഡ്രോൺ സംവിധാനങ്ങൾ പ്രയോജനപ്പെടുത്തുന്നതാണ് ഉചിതം. ഡ്രോൺ ഘടിപ്പിച്ചുള്ള സാങ്കേതിക വിദ്യയാണ് തങ്ങളുടെ പക്കലുള്ളത്. ഇതുപയോഗിച്ച് സ്കാൻ ചെയ്ത് കുറച്ചുകൂടി വേഗത്തിൽ ലോറി കണ്ടുപിടിക്കാൻ സാധിക്കുമെന്നാണ് കരുതുന്നതെന്നും ഇന്ദ്രബാലൻ പറഞ്ഞിരുന്നു. അർജുനു വേണ്ടിയുള്ള തെരച്ചിൽ മോശം കാലാവസ്ഥ കാരണം ചൊവ്വാഴ്ച ശരിയായ വിധത്തിൽ നടന്നിരുന്നില്ല. മഴയും ഗംഗാവാലി നദിയിലെ കുത്തൊഴുക്കും കാരണം നാവികസേനയുടെ സ്കൂബ ടീമിന് പുഴയിലിറങ്ങി തിരച്ചിൽ നടത്താൻ കഴിഞ്ഞില്ല. റഡാർ ബോട്ടിൽ വെച്ച് നദിയിൽ പരിശോധന നടത്തുകയാണ് ചൊവ്വാഴ്ച ചെയ്തത്. തിങ്കളാഴ്ച കരയിൽ നിന്ന് 40 മീറ്റർ ദൂരെ നദിയിൽ തുരുത്തി രൂപപ്പെട്ട ഭാഗത്ത് സിഗ്നൽ കണ്ടെത്തിയിരുന്നെങ്കിലും അവിടെ വെള്ളം കൂടിയതോടെ മണ്ണ് നീക്കാനായില്ല. സൈന്യത്തിന്റെ നേതൃത്വത്തിൽ കരയോട് ചേർന്നുള്ള ഭാഗത്ത് 4 തട്ടുകളിലായി മണ്ണ് നീക്കി GPR ഉപയോഗിച്ച് പരിശോധിച്ചെങ്കിലും അവിടെയും സൂചനകളൊന്നും കിട്ടിയില്ല.